guys, today we are going to make a burger. So burger ഉണ്ടാക്കുകയാണ് നമ്മൾ. ഇന്ന് ഒരു സിമ്പിൾ ബർഗറാണ്. നിങ്ങളിലുള്ള സാധനം വെച്ച് ചെയ്താൽ മതി. ഞാൻ എൻ്റെ കയ്യിലുള്ള സാധനം വെച്ച് ഞാൻ ചെയ്യുന്നു. ഇതിൽ ഇപ്പോൾ ഒരു ബർഗർ ബണ്ണുണ്ട്, ഒരു പാറ്റി ഉണ്ട്, ഒരെണ്ണം മതിയേ പാറ്റി. ഇത് വെജ് ബർഗർ പാറ്റിയാണേ, അതുണ്ട്. പിന്നെ ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്. ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് കുറച്ച് എടുക്കാം, ഇത്രയും പോലെ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇവിടെ ലെറ്റ്യൂസ് ഉണ്ട്. ലെറ്റ്യൂസ് ഇതൊക്കെ എൻ്റെ മോമിയാണ് കട്ട് ചെയ്ത് തന്നത്. ഇത് 2 ടൊമാറ്റോ ഉണ്ട്. ഇവിടെ 2 ടൊമാറ്റോ, ഒരു ഭാഗത്ത് ഒരു 2 ടൊമാറ്റോ, നെക്സ്റ്റ് സൈഡ് 2 ടൊമാറ്റോ. പിന്നെ 2 ബെൽ പെപ്പർ ഉണ്ട്. ഒരു സൈഡിൽ ഒരു ബെൽ പെപ്പർ, മറ്റേ സൈഡിൽ ഒരു ബെൽ പെപ്പർ. ഒരു ഒണിയന് 2ആയിട്ട് കട്ട് ചെയ്ത്, ഒരു സൈഡിൽ 1 സ്ലൈസ് ഓഫ് അണിയൻ, സെക്കൻഡ് സൈഡ് 1 സ്ലൈസ് ഓഫ് അണിയൻ. പിന്നെ ടൊമാറ്റോ സോസ് ഉണ്ട്, ബർഗർ മേയോ ഉണ്ട്, പിന്നെ എന്താണിത്, യെസ് ഓർഗാനോ ഉണ്ട്. ദെൻ ചീസ്. ഇഫ് യു വോണ്ട് മോർ ചീസി ആഡ് മോർ ചീസ്. ഐ വോണ്ട് ലെസ് ചീസി, സോ ഐ ടേക്ക് 2 ചീസ്. നെക്സ്റ്റ് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അത് മമ്മിയാണ് ചെയ്യുന്നത്, ഞാൻ ചെയ്താൽ പൊട്ടിത്തെറിക്കും. സ്റ്റാർട്ട്. ഇതുകൊണ്ടാണ് ഞാൻ ഈ വക സാധനങ്ങളൊന്നും കൈകൊണ്ട് എടുക്കാത്തത്. നമ്മൾ അവിടെ ഫ്രൈ ആവണം. ഫ്രൈ ആയി കഴിഞ്ഞിട്ട് നമ്മൾ പാറ്റി ഫ്രൈ ചെയ്യും. ഡീപ്പ് ഫ്രൈ ആവണമെങ്കിൽ കുറച്ച് ഓയിൽ ഇടുക, ഇല്ലെങ്കിൽ ലൈറ്റ് ഫ്രൈ ആണെങ്കിൽ ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കി എടുക്കാം. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഫ്രൈസിൻ്റെ ഓയിൽ ബാക്കിയുള്ളതുകൊണ്ട് അപ്പോൾ നമ്മളതിൽ ഈ പാറ്റി എന്ത് ചെയ്യും, ഫ്രൈ ചെയ്യും. അപ്പോൾ നമുക്ക് ഇതെന്തായാലും കട്ട് ചെയ്തെടുത്താലോ ബൺ. ബാക്കി നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാം, ഇല്ലെങ്കിൽ ചീത്തയായി പോകും. എന്നിട്ട് നമുക്ക് ബർഗർ ബൺ കട്ട് ചെയ്യാം. ഇനി നമുക്ക് കട്ട് ചെയ്യാം. നൈഫ് പ്ലീസ്. ശരിയാകുമെന്തോ, ഇങ്ങനെയല്ലേ? അമ്മയെ കൊണ്ട് കട്ട് ചെയ്യാണ്. ഞാൻ കട്ട് ചെയ്ത ഷേപ്പ് ഉണ്ടാവില്ല, അതുകൊണ്ട് അമ്മയെ കൊണ്ട് കട്ട് ചെയ്യാം. ഫ്രൈസ് ആവുന്ന സമയം നമുക്ക് നല്ല ഇതിലുള്ള ഫില്ലിങ്സ് സെറ്റ് ചെയ്യാം. ഒരു സ്പൂൺ എടുക്കാം. നെക്സ്റ്റ് സോസ് നമുക്ക് ഫസ്റ്റ് ഒഴിക്കാം. പാറ്റി ചിലപ്പോൾ ഇതിൽ ഞാൻ ഒഴിക്കും. ഇനഫ്. എനിക്ക് സോസ് ഒരുപാട് ഇഷ്ടമല്ല, പക്ഷേ മേയോ ഇഷ്ടമാണ്. എന്നിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാം. കുറച്ചുകൂടെ ഒഴിക്കണ്ടേ, മതി. നെക്സ്റ്റ് സൈഡ് നമുക്ക് അതേപോലെ ചെയ്യാം. ഇത് നമുക്ക് അതേപോലെ സ്പ്രെഡ് ചെയ്യാം. സ്പ്രെഡ് ചെയ്തു. ഇനി നമുക്ക് അത് കരിഞ്ഞു പോകും. ഫ്രൈസ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഫ്രൈ ആയി, നല്ല ഇതായിട്ട്. ഒരുപാട് മൂപ്പിച്ചോ? ഇല്ല. ഇനി നമുക്ക് അടുത്ത പാറ്റി എന്ത് ചെയ്യാം, ഫ്രൈ ചെയ്യാം. ഇനി മാറിയിരിക്കാം, ഇല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിത്തെറിയുണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് എന്തായാലും ഇവിടെ ഫ്രൈ ആകുമ്പോൾ നമുക്ക് ഒരുപാട് സമയം ഫ്രൈ ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ. യെസ്, ആ ഒരു സമയം നമുക്ക് ബർഗറിൻ്റെ ബാക്കി മേയോയും പിന്നെന്തോ ഓർഗാനോയും ചീസൊക്കെ വെച്ച് നമുക്ക് സെറ്റ് ആക്കാം. ഞാൻ സെറ്റ് ചെയ്യാൻ പോയപ്പോൾ അമ്മ പറഞ്ഞു ഇതിൻ്റെ കൂടെ നിന്നില്ലെങ്കിൽ ശരിയാവില്ല, ചിലപ്പോൾ കരിഞ്ഞൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഇത് സെറ്റാക്കിയിട്ട് നമുക്കത് സെറ്റാക്കാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ പാറ്റി റെഡിയായി. പാറ്റിയും റെഡിയായി, ഫ്രഞ്ച് ഫ്രൈസും റെഡിയായി. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ബർഗർ ഉണ്ടാക്കാം. നമുക്ക് മേയോ സ്പ്രെഡ് ചെയ്യാം. ഇത് ന്യൂ മേയോ ആണേ, കൂടിപ്പോയാ. നമുക്ക് എന്തായാലും സ്പ്രെഡ് ചെയ്യാം.
നെക്സ്റ്റ് ദിസ് വൺ. ബോത്ത് ആർ സെയിം. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നൈസ്. KFC-യിലൊക്കെ കിട്ടുന്ന ഡിപ്പില്ല. നെക്സ്റ്റ് നമുക്ക് ചീസ് ഒറിഗാനോ ഇടണം. അപ്പോൾ നമുക്ക് ഒറിഗാനോ ഇട്ടിട്ട് ചെയ്യാം. ഒറിഗാനോ ഇടണം. യെസ്, ഇത് മറ്റേ പിസ്സയിലൊക്കെ ഇടുന്ന ഒറിഗാനോ ആണേ. യോ അത് കഴിഞ്ഞു. നെക്സ്റ്റ് ചീസ് വയ്ക്കാം. ഞാൻ അപ്പുറത്തും ഇപ്പുറത്തും ചീസ് വയ്ക്കുന്നുണ്ട്. ബോത്ത് സൈഡ് ചീസ്. എനിക്ക് ചീസി ഇഷ്ടമാണ്, ബട്ട് ഓവർ ചീസി ഇഷ്ടമല്ല. ഫസ്റ്റ് ദിസ് സൈഡ് വയ്ക്കാം. ഇങ്ങനെ വയ്ക്കാം നമുക്ക്. നെക്സ്റ്റ് സൈഡ് വയ്ക്കാം. ഇനി നമുക്ക് ഇത് വയ്ക്കാം. ഇത് വയ്ക്കാം. ബെൽ പെപ്പർ. This goes. Lettuce way. Okay then. Here lettuce goes here, and this lettuce goes there. Next, നമുക്ക് ഇത് വയ്ക്കാം. Then 2 tomatoes on both sides, onion on both sides. Then നമുക്ക് ഒരെണ്ണം വന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ മണ്ണിൽ വയ്ക്കാം. നെക്സ്റ്റ് ഫ്രൈസ് വരുന്നുണ്ട് സൈഡിൽ. ഓക്കെ, ഫ്രൈസ് വച്ചിട്ട് ഇത് വെച്ചാൽ മതിയായിരുന്നു. നമുക്ക് ഇത് മാറ്റിയിട്ട് ഫ്രൈസ് വെക്കാനാണ് അമ്മ പറയുന്നത്. അപ്പോൾ നമുക്ക് അതേപോലെ ചെയ്യാം. നമുക്ക് ലാസ്റ്റ് പറഞ്ഞത് ബാക്കി വയ്ക്കാം. ബാക്കി 3 വരുന്നുണ്ട്. സോ 2 3. നമുക്ക് ഇത് ഇതിൽ വയ്ക്കാം. ഇതിൽ വയ്ക്കാം. നെക്സ്റ്റ് നമുക്ക് പാറ്റി ഇതിൽ വയ്ക്കണ്ട. അപ്പുറത്തേൽ വെച്ചിട്ട് തിരിച്ചങ്ങ് അടച്ചു വേ. സോ യെസ്, ബിഗർ വൺ. യെസ്. ഇനി let's keep it in oven for heating ഒരു 2 minutes to melt the cheese. ആക്ച്വലി തിരിച്ചല്ലേ ഈ വരാനുള്ള, തിരിച്ചാണ് വരാനുള്ളത്. No. Wow, amazing. ടൂത്ത് പിക്ക് ഉണ്ടെങ്കിൽ Yes, I will give you. അപ്പോൾ നമ്മളത് ഗ്രില്ലിൻ്റെ ഒരു സംഭവം വെച്ച് ഇങ്ങനെ കുത്തി വയ്ക്കും. കാരണം ടൂത്ത് പിക്ക് ഇതിൽ ഇരിക്കത്തില്ല. ബട്ട് ഇറ്റ്സ് നൈസ്. ഇതിൽ കൊള്ളൂല. നമുക്കല്ലാതെ ജസ്റ്റ് ഒന്ന് മൈക്രോവേവ് ചെയ്യാം. യെസ്, ഇത് വയ്ക്കുന്നു. യെസ്, ക്ലോസ് ഇറ്റ്. എന്ത് പറ്റി? പ്ലഗ് കൊടുക്കുന്നു, ഓൺ ചെയ്യുന്നു. മൈക്രോവേവ് അല്ലേ? എത്ര മിനിറ്റ്? 3 minutes കൂടെ. 3 0 സ്റ്റാർട്ട്. ലെറ്റ്സ് വെയിറ്റ് ഫോർ 3 minutes. വലിയ ബർഗറാണ്, താഴെ വീണോന്നൊരു സംശയം. ഹായ്. പിസ്സ. യെസ്, ലോഡഡ് ഫ്രഞ്ച് ഫ്രൈസ്. ആ സൈഡിൽ ചീസുള്ള സൈഡിൽ പിടിക്കരുത്, ചൂടായിരിക്കും. ചൂടണ്ടാ? സ്പൂൺ വെച്ച് കഴി, ഫോക്കും സ്പൂണും വെച്ച് കഴി. യെസ്, ബട്ട് ഇറ്റ് സ്മെൽസ് നൈസ്. KFCയുടെ ബർഗർ. സ്പൂൺ. നമുക്ക് ഫസ്റ്റ് ഫ്രഞ്ച് ഫ്രൈസ് തണുത്തിട്ട് കഴിച്ചാൽ മതി പോരെ? യെസ്, അമ്മ സെറ്റ് ചെയ്ത് തന്നു. ചീസ് ഇവിടെ മെൽറ്റ് ആയിരിക്കുന്നു.
നോക്കി നോക്കട്ടോ. ഫോക്കും ഇല്ല, സ്പൂണും നൈഫും കൊണ്ട് കഴി. പാറ്റിയൊന്നും കഴിച്ചില്ലല്ലോ, തംസപ്പ് കാണിക്കാൻ. ഗൈസ് സത്യം പറഞ്ഞാൽ എന്നെ കൊണ്ട് കഴിക്കാനൊന്നും പറ്റില്ല ഈ വലിയ സാധനം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ സ്വസ്ഥമായിട്ട് പോയിരുന്ന് കഴിക്കാം. അപ്പോൾ ഈ എന്തായാലും ബർഗർ കഴിക്കാൻ പോണേന്നൊന്ന് കാണിച്ചാണ്. കാണില്ലേ, അങ്ങനെയാണോ? ട്രൈ ചെയ്ത് നോക്കാം. ചൂടാണ്. അപ്പം ഞാൻ കഴിക്കും ഞാൻ എന്തായാലും. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ബർഗറാണ്. ഞാൻ പാറ്റിയൊക്കെ കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട് പാറ്റി. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ കട്ട് ചെയ്ത് തരട്ടെ? കുറച്ച് സൈസ് വലുതായിപ്പോൾ എന്തായാലും അമ്മ കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ലൈക്ക് ഓസം. KFCയിലൊക്കെ കിട്ടുന്ന ബർഗറിൻ്റെ ടേസ്റ്റ് ഉണ്ട്. നമ്മൾ മിക്കവാറും ഇവിടെ ഉണ്ടാക്കണതല്ലേ, പക്ഷേ നല്ല ടേസ്റ്റ്. ഇന്ന് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടല്ലേ. പക്ഷെ അത് ഒരു ടൂത്ത് പിക്ക് വെച്ചിരുന്നേ കറക്റ്റ് ഇരുന്നാനേടാ. ആ ടൂത്ത് പിക്ക് ഹൈറ്റ് കുറവ്, അതാണ്. അപ്പോൾ മസ്റ്റ് ട്രൈ ഐറ്റം ആണിത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം കൊള്ളാവോ ഇല്ലേന്ന്. 2 minutes കൊടുത്താലും മതി അവനിൽ. ഒരുപാട് കൊടുക്കില്ല, അല്ലെങ്കിൽ ഇതേപോലെ ചരിഞ്ഞു പോകും. അതുകൊണ്ടല്ല അത് ചരിഞ്ഞത്, അത് അതിൽ നിൽക്കാതെ ചരിഞ്ഞു പോയതാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയായാലും എല്ലാവരും യു ഓൾ വോണ്ട് ടു ട്രൈ ദിസ് വൺ. നല്ല ടേസ്റ്റാണ് ഈ ഒരു സംഭവം. എൻ്റെ ഇത്തിരി ഹൈറ്റ് കൂടിപ്പോയി, അങ്ങനെ പ്രശ്നം. ബാക്കിയെല്ലാം നല്ല ടേസ്റ്റുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു സിമ്പിൾ ആൻഡ് ഈസി ബർഗറാണ്. സോ ഓൾ ഓഫ് യു ട്രൈ ഇറ്റ്.